മഴയെ വരവേൽക്കാൻ മുളിയാറിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. വരവേൽക്കാം പുതുമഴയെ, ഒന്നിക്കാം ശുചിത്വത്തിനായി എന്ന സന്ദേശവുമായാണ് മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനായി മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ 10 മേഖലകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. വരവേൽക്കാം പുതുമഴയെ, ഒന്നിക്കാം ശുചിത്വത്തിനായി എന്ന സന്ദേശവുമായി മഴക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനായി മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ 10 മേഖലകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ബോവിക്കാനം, പൗവൽ, ഇരിയണ്ണി, എരിഞ്ചേരി, കോട്ടൂർ, കാനത്തൂർ, അല്ലാമ നഗർ, മാസ്തിക്കുണ്ട്, എടനീർ, തേജസ് കോളനി, അമ്മങ്കോട്, ലക്ഷംവീട് കോളനി എന്നീ കേന്ദ്രങ്ങളിലാണ് പ്രത്യേകം സംഘാടക സമിതി രൂപീകരിച്ച് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ബോവിക്കാനം ടൗണിൽ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. വരവേൽക്കാം പുതുമഴയെ, ഒരുമിക്കാം ശുചിത്വത്തിനായി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഈ പുതുമഴയെ വരവേൽക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള മൊത്തത്തിൽ ഒരു ശുചീകരണം, ഇതാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായും ഇതൊരു ടൗൺ വൃത്തിയാക്കൽ ചടങ്ങ് മാത്രമല്ല, ഇത് എല്ലാ വീടും മുറ്റവും എല്ലാ പരിസര പ്രദേശങ്ങളും എല്ലാ ചെറിയ ടൗൺ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കണം എന്നുള്ളതിൻ്റെ സന്ദേശമാണ്. ഇന്ന് ഇതേ മുളിയാർ പഞ്ചായത്തിലെ ഏകദേശം 8 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇതിൽ വലിയ സന്ദേശം കൊടുക്കുകയാണ് പൊതുജനങ്ങൾക്ക് എന്നുള്ളതാണ്. ഇന്ന് വരുന്ന ജനിതക രോഗങ്ങൾ, അതുപോലെ തന്നെ കൊതുകുശല്യ രോഗങ്ങൾ അടക്കമുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് പിടിപെടുന്ന ഈ സാഹചര്യത്തിൽ ശുചീകരണം വളരെ അത്യാവശ്യമാണ്. ഇനി വേനൽ മഴ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലം വരാൻ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് മുളിയാർ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഈ കടുത്ത വേനൽ ചൂടിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ അതിരാവിലെ തന്നെ 6:30 മണിക്ക് ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഒരു 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ഇതേ സമയത്ത് എല്ലായിടത്തും മുളിയാർ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണ്. ഞാൻ KB മുഹമ്മദ് കുഞ്ഞി, പ്രസിഡന്റ്, മുളിയാർ ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്തിനി ദേവി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീസ മൻസൂർ മല്ലത്ത്, മെമ്പർമാരായ E മോഹനൻ, ജയകൃഷ്ണൻ മാസ്റ്റർ, നസീർ മൂലടുക്കം, രമേശൻ മുതലപ്പാറ, അനന്യ M, ലുബ്ന മുനീർ, മിസ്രിയ റഫീഖ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K പ്രേമലത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണൻ, ആസൂത്രണ സമിതി അംഗം ഷെറീഫ് കൊടവഞ്ചി, പൊതുപ്രവർത്തകരായ മൻസൂർ മല്ലത്ത്, സിദ്ദിഖ് ബോവിക്കാനം, അബ്ദുൾ ഖാദർ കുന്നിൽ, അബ്ദുള്ള ഹാജി ബാങ്കോക്ക്, ഹംസ ചോയ്സ്, മുസ്തഫ ബിസ്മില്ല, ഭാസ്കരൻ ചേടിക്കാൽ, ശ്രീനി ബാവിക്കര, ഫൈസൽ പൗവൽ, ഹസൈൻ നവാസ്, കബീർ ബാലിനടുക്കം, മുഹമ്മദ് ഓട്ടോ ഡ്രൈവർ എന്നിവർ നേതൃത്വം നൽകി. പൗവലിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ പൈക്ക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നഫീസ മുഹമ്മദ് കുഞ്ഞി, മെമ്പർമാരായ ആയിഷ റഹിമാൻ, റുഷ്ദ റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുളിയാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ, പാലിയേറ്റീവ് അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വളണ്ടിയർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പംഗങ്ങൾ, വ്യാപാരികൾ, ഓട്ടോ ഡ്രൈവർമാർ, ക്ലബ്ബ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി, യുവജന പ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ബോവിക്കാനം.